ഹായ് മക്കളെ, ഇന്ന് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, ഗുണന സമവാക്യങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. പാർട്ട് 1ലേക്കാണ് നമ്മൾ പോകുന്നത്. 64ാമത്തെ പേജിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ മക്കളെ, ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ ഒരു ഐഡന്റിറ്റി പഠിപ്പിച്ചുകൊണ്ടാണ്. രണ്ട് സമ്മുകളുടെ, രണ്ട് തുകകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണ് കാണിക്കുന്നത്. നോക്കിയേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വൈ. ഇത് വായിക്കേണ്ട, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വൈ. എക്സും യുവും കൂടി ഇൻറ്റു ചെയ്യുന്നു, എക്സ് യു. എക്സും വിയും കൂടി ഇൻറ്റു ചെയ്യുന്നു, അയാളെ എക്സ് വി എന്ന് വിളിക്കുന്നു. അപ്പോൾ വൈയും യുവും കൂടി ചേർത്ത് വൈ യു എന്ന് എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ വൈയും വിയും കൂടെ ചേർത്തിട്ട് വൈ വി എന്നും എഴുതുന്നുണ്ട്. ഓക്കെ ആണല്ലോ? എടാ, അത് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നോക്കിയൊക്കെ, എക്സ് ഈ കാണുന്ന യുവും കൂടി ചേർന്നിട്ടാണ് എക്സ് യു ആയിട്ടുള്ളത്. എക്സും വിയും അടുത്ത ആളിലേക്ക് പോകുമ്പോൾ എക്സും വിയും കൂടെ ചേർന്നിട്ടാണ് ഈ കാണുന്ന എക്സ് വി ഉണ്ടായിരിക്കുന്നത്. വൈയും യുവും കൂടി ചേർന്നിട്ടാണ് ഈ കാണുന്ന വൈ യു ഉണ്ടായിരിക്കുന്നത്. വൈയും വിയും കൂടെ ചേർന്ന് ഞാനത് പഠിക്കാനുള്ള എളുപ്പമുള്ള കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് ഓർത്ത് വെക്കാനുള്ള ഒരു സംഭവം പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോട്ടെ, ഒരു ബാഹുബലി സീൻ ആലോചിച്ചോ. നോക്കണം, ഇത് ബാഹുബലിൻ്റെ ടീം, ഇവിടെ കട്ടപ്പയുണ്ട്, ബാഹുബലിയുണ്ട്. ഇത് കാലകേൻ്റെ ടീം, അവിടെ രണ്ടാൾക്കാരുണ്ട്. ഞാൻ ഇയാളെ വൈ എന്ന് വിളിക്കുന്നുണ്ട്, ഇയാളെ എക്സ് എന്ന് വിളിക്കുന്നുണ്ട്, ഇയാളെ യു എന്ന് വിളിക്കുന്നുണ്ട്, ഇയാളെ വി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് ഇവിടെ യു പ്ലസ് വി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിലുള്ള തിയറി എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടണം. അപ്പോൾ നോക്കിയോളൂ, ബാഹുബലി കാലകേൻ അടിക്കുന്നു, അതാണ് എക്സ് യു. ഓക്കെ, ബാഹുബലി രണ്ടാമത്തെ വില്ലൻ അടിക്കുന്നു, അതാണ് എക്സ് വി. ഇനി കട്ടപ്പ വന്നിട്ട് നമ്മളെ കാലകേൻ അടിക്കുന്നു, അതാണ് വൈ യു. കട്ടപ്പ വന്നിട്ട് അടുത്ത വില്ലൻ അടിക്കുന്നതാണ് വൈ വി. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ ബാറ്റർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ ഇത് ശരിക്കും ഈ ലോക്ക് പറയുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നൊക്കെയാണ്. മക്കൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ പഠിച്ചത്. അപ്പോൾ എക്സ് യു, എക്സ് വി, വൈ യു, വൈ വി കാണാതെ പഠിക്കേണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടേയും കണക്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം മാത്രമേ ഈ കോൺസെപ്റ്റിനെ സംബന്ധിച്ച് പറയാം. അത്രയും മതി. കാരണം നമുക്ക് ചോദ്യം ചെയ്ത് തുടങ്ങാനുള്ള ആൾ ഓൾറെഡി ആയിട്ടുണ്ട്. നമ്മൾ പേജ് നമ്പർ 64 ക്വസ്റ്റ്യൻസ് ആട്ടോ മക്കളെ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് കുറച്ച് പ്രോഡക്ട്സ്, നമ്മളോട് കുറച്ച് ഗുണനഫലങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കൾ 71 ഇൻറ്റു 91 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെറുതെ സൈഡിൽ പോയിട്ട് 71 ഇൻറ്റു 91 എന്ന് എഴുതി വെക്കാല്ല. യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ പഠിച്ചതുപോലെയാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത്, മക്കളെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, ഞാൻ കാണിക്കാം. നോക്കിയേ, 71 നമുക്ക് മാറ്റിയിട്ട് 70+1 എന്ന് നോക്കാം, ഇൻറ്റു 91 നമുക്ക് മാറ്റിയിട്ട് 90+1 എന്ന് നോക്കാം. അപ്പോൾ ഇയാൾ വന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമാറ്റിലേക്ക് അയാൾ മാറി. നോക്കിയാടാ, ഇയാൾ എക്സ് ആണ്, ഇയാൾ വൈ ആണ്, ഇയാൾ യു ആണ്, ഈ കാണുന്ന ആൾ വി ആണ്. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ കട്ടപ്പനയും ബാഹുബലിനെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരും എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, നോക്കടാ, ആദ്യം ഇവർ രണ്ടാളും. അപ്പോൾ നമുക്ക് എഴുതാനുണ്ടാവുന്ന ആദ്യത്തെ ആൾ 70 ഇൻറ്റു 90 എന്നായിരിക്കും എഴുതാനുണ്ടാവുക. പ്ലസ് അടുത്ത ആൾ 70 90 ആയി കഴിഞ്ഞു. ഇനി 70 അടുത്ത ആളും ആരാ മക്കളെ, 1ഉം. 70 ഇൻറ്റു 1 എന്നായിരിക്കും അടുത്ത ആൾ ഉണ്ടാവുക. പ്ലസ് അടുത്ത ആരായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇയാളെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരെയും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ആൾ 1ഉം 90. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 90 എന്ന് എഴുതി. പ്ലസ് അടുത്ത ആൾ തന്നെ ഇവിടെ ചെയ്യാനുള്ളത് 1 ഇൻറ്റു 1 ആണ് ചെയ്യാനുള്ളത്. 1 ഇൻറ്റു 1 എന്ന് എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് നോക്കി നോക്കാം. ഈ 70 ഇൻറ്റു 90 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക മക്കളെ 6300. മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണേ. 70 ഇൻറ്റു 1 ചെയ്താൽ കിട്ടുന്ന ആൻസർ നമുക്കറിയാം 70 എന്ന് പറയുന്ന ആൻസർ കിട്ടുക. പ്ലസ് 1 ഇൻറ്റു 90 ചെയ്താൽ കിട്ടുന്ന ആൻസർ 90 ആണെന്ന് അറിയാം. അടുത്ത ആൾ 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 6300, 70, 90, 1 അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 6461. 6461 ആണ് അവിടെ നമുക്ക് കിട്ടേണ്ട ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? അങ്ങനെ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകും. 42 ഇൻറ്റു 62 സിമ്പിളാണ്, നോക്കി നോക്കാം. 42 ഇൻറ്റു 62. ഇപ്പോൾ ഇത് പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, 42നെ മാറ്റിയിട്ട് 40+2 എന്ന് എഴുതുന്നുണ്ടാവും. അതേപോലെ തന്നെ 60+2 എന്ന് നമ്മൾ എഴുതും. ആണോ അല്ലയോ മക്കളെ? ശരി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ആളുകളെ നേരത്തെ കണക്ട് ചെയ്ത് പോലെ എഴുതണം. നോക്കി നോക്കിയേ, ആദ്യം 40 ഇൻറ്റു 60, ആദ്യത്തെ ആൾ 40 ഇൻറ്റു 60 പ്ലസ് അടുത്ത ആൾ 40നെ 60 ആയിട്ട് കണക്ട് ചെയ്തു. ഇനി 2 ആയിട്ടാണ് കണക്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. 40 ഇൻറ്റു 2 പ്ലസ് അടുത്ത ആൾ വരേണ്ടത്. അപ്പോൾ 40 ആയിട്ട് രണ്ടാൾക്കാരെ കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ ബാഹുബലി രണ്ടാൾക്കാരെ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ കട്ടപ്പ അടിച്ചാൽ മതി. ആയിക്കോട്ടെടാ, 2 ഇൻറ്റു 60 പ്ലസ് 2 ഇൻറ്റു 2 എന്നാണ് വരാനുണ്ടാവുക. ഓക്കെ, അതിൽ നമുക്ക് എഴുതാനുള്ള ഫസ്റ്റ് റിസൾട്ട് 40 ഇൻറ്റു 60 2400 ആണ്. പ്ലസ് 40 ഇൻറ്റു 2 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 80 ആണ്. പ്ലസ് 2 ഇൻറ്റു 6 ചെയ്താൽ 120 കിട്ടേണ്ടത്. 2 ഇൻറ്റു 2 ചെയ്താൽ 4. ഇപ്പോൾ 2400, 80, 124 ഈ കാണുന്ന എല്ലാവരെയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവസാനം കിട്ടേണ്ടത് 2604. 2604 എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവുക, കിട്ടുന്നുണ്ടാവുക. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാടാനി.
10 1/2 ആയിക്കോട്ടെ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 10 1/2 ഇൻറ്റു 6 1/2 എന്നാണ് പറയുന്നത് കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ആദ്യത്തെ ആളെ മാറ്റിയിട്ട് 10 + 1/2 എന്നും രണ്ടാമത്തെ ആളെ മാറ്റിയിട്ട് 6 + 1/2 എന്നും ആക്കിയിട്ടുണ്ട്. എടാ സംശയമൊന്നും വേണ്ട കേട്ടോ. ഈ കാണുന്ന ആൾ എക്സും ഈ 1/2 എന്ന് പറയുന്നത് വൈയും ഈ കാണുന്ന ആൾ യു ഈ കാണുന്ന ആൾ വി. അങ്ങനെ ആയിപ്പോയത് നമ്മൾ പ്രശ്നമില്ല. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത സെയിം പാറ്റേൺ സെയിം മെത്തേഡൊക്കെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ചെയ്ത് നോക്കാനുള്ളത്. അവിടെ ഒരു ഫ്രാക്ഷൻ വന്നതിൻ്റെ മുകളിലുള്ള മാറ്റം വളരെ മൈന്യൂട്ട് മാറ്റം മാത്രമേ ഉള്ളൂ. നമുക്ക് എഴുതി നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 10 × 6 എഴുതിയാൽ ആർക്കും സംശയം ഉണ്ടാവില്ല. പ്ലസ് അടുത്ത ആൾ 10 × 1/2 ആണ് എഴുതിയത്. സംശയമൊന്നുമില്ലല്ലോ. 10 കൊണ്ട് 6 മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തതിൽ 10 × 1/2 ചെയ്തു. ഇനി 1/2 × 6 ഒരു 1/2 × 1/2 ആണ് ബാലൻസ് ഉണ്ടാവുക. പ്ലസ് ആരാ മക്കളെ ഉണ്ടാവുക? 1/2 × 6 ചെയ്യാനുണ്ട്. പ്ലസ് അതേപോലെ ആരാടാ 1/2 × 1/2 ചെയ്യാനുണ്ട്. സെറ്റാണല്ലോ. ഓരോ ആളുകളായിട്ട് എഴുതാം. 10 × 6 നമുക്കറിയാം 60 ആണ്. പ്ലസ് എടാ ഇത് ചെയ്യാനായിരിക്കും മിക്ക ആളുകൾക്ക് സംശയം ഉണ്ടാവുന്ന ആളുകൾ. ഞാനിവിടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. 10ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 വരും. 5 × 1 ഞാനവിടെ 5 എന്ന് എഴുതുന്നുണ്ട്. പ്ലസ് അതേപോലെ ഇയാളെയും കട്ട് ചെയ്ത് ഇവിടെ 3 എന്ന് എഴുതുന്നുണ്ട്. 1 × 3 അവിടെ ഒരു 3 ആണ് ബാലൻസ് ഉണ്ടാവുക. പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് 1 × 1 1 ആണ്. 2 × 2 4 ആണ്. ഓക്കെ. 60ഉം 5ഉം 65ഉം 3ഉം 68ഉം പ്ലസ് 1/4. അപ്പോൾ അയാൾ നമുക്ക് 68 1/4 എന്നാണ് എഴുതാണ്ടാവും. റെഡിയാണല്ലോ. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്താ അത്? നാലാമത്തെ സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത് 9.5 × 3.5 എന്നാണ് പറയുന്നത്. ചെയ്ത് നോക്കാം നമുക്ക്. എടാ 9.5നെ ഞാൻ മാറ്റിയിട്ട് 9 + 0.5 എന്ന് മാറ്റി എഴുതുന്നുണ്ട്. അതേപോലെ ഇൻറ്റു 3.5നെ മാറ്റിയിട്ട് 3 + 0.5 എന്നും മാറ്റി എഴുതുന്നത്. നമുക്ക് ഓരോ ആളുകളായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ എഴുതി ശീലിച്ച പാറ്റേണിലേക്ക് കൊണ്ടുവരാം. ആദ്യത്തെ സെറ്റ് 9 × 3 + 9 × 0.5 plus 0.5 × 3 plus 0.5 × 0.5. ഓക്കെ. സെറ്റ്. 9 × 3നെ 27 എഴുതേണ്ട. പ്ലസ് എടാ 9 × 0.5നെ എഴുതാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കുഴപ്പമില്ല. നമുക്ക് വേണ്ടത് 9 × 0.5 അല്ലേ? നമുക്ക് അയാൾ അറിയില്ല. പകരം നിങ്ങൾ 9 × 5ൻ്റെ റിസൾട്ട് 45 എന്ന് എഴുതി വയ്ക്കുക. എടാ ഈ കാണുന്ന ഡിജിറ്റ്സ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ 4ഉം 5ഉം ഇവിടെ എഴുതി. ഈ ചോദ്യം മൊത്തത്തിൽ മക്കൾ നോക്കിയാൽ കാണാം പോയിന്റിന് ശേഷം ഒരാളുള്ള. അപ്പോൾ ഞാൻ അവിടെ പോയിന്റ് കൊടുക്കുന്നു കേട്ടോ. ഒരാൾ പോയിന്റിന് ശേഷം വരും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് എഴുതാം മക്കൾ? എനിക്ക് 4.5 എന്ന് എഴുതാം. ഓക്കെ. 4.5 പ്ലസ് അടുത്തും അതേപോലെ തന്നെയാണ്. 0.5 × 3 ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണ്ട. ഞാൻ 5 × 3 ചെയ്യുന്നു. 15 ആണ് എഴുതുന്നത്. അതേ ഡിജിറ്റ് അവിടെ വരിക. ചോദ്യം മൊത്തം വാലുവേറ്റ് ചെയ്തപ്പോൾ പോയിന്റ് ശേഷം ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരാളെ കൊടുക്കുന്നത്. അപ്പോൾ 1.5 എന്ന് അയാളെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റി എഴുതുന്നുണ്ട്. അടുത്ത ചോദ്യം 0.5 × 0.5 ചെയ്യാൻ അറിഞ്ഞൂടാ. പകരം ഞാൻ 5 × 5ൻ്റെ റിസൾട്ട് 25 എന്ന് എഴുതുന്നു. അതേ ഡിജിറ്റ്സ് അവിടെ വരിക. ചോദ്യം മൊത്തം വാലുവേറ്റ് ചെയ്തപ്പോൾ പോയിന്റ് ശേഷം ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാൾ. അപ്പോൾ പോയിന്റ് ശേഷം 2 ആളുണ്ട്. അപ്പോൾ 0.25. അപ്പോൾ ഞാൻ അയാളവിടെ 0.25 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ കാണുന്ന എല്ലാ ആളുകളെയും കൂടെ ആഡ് ചെയ്താലാണ് എനിക്ക് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പോകുക. ആഡ് ചെയ്യാനും അറിയാത്ത ആൾക്കാരുണ്ട്. പ്രശ്നമാക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം? പരിഹാരം ഉണ്ടാക്കാം. 27.00 പ്ലസ് 4.50 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ ഇയാൾക്ക് പകരം. അതേപോലെ 1.5നെയും 0 എന്ന് എഴുതുന്നുണ്ട്. പ്ലസ് 0.25 ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോക്കടാ. ഇവിടെ 5 വരിക, ഇവിടെ 2 വരിക, അവിടെ ഒരു ബാലൻസ് ഉണ്ട്. 1 കൊടുത്തു. 8 4 3 ബാലൻസ് ഇവിടെ 1. അപ്പോൾ 33.25 ആയിരിക്കും അയാളുടെ ഫൈനൽ റിസൾട്ട്. 33.25. റെഡിയാണല്ലോ. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ആളേ ഉള്ളൂ. ഓക്കെ. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സബ് ക്വസ്റ്റ്യൻ. എടാ ഇത് നമ്മൾ ചെയ്ത പാറ്റേൺ തന്നെ കേട്ടോ. അത് ആരെ പോലെയാണ്? നമ്മളെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനോട് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയാണ്. നോക്കി നോക്കാം. അവിടെ എന്താണ് നമ്മുടെ അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 10 1/4 × 6 1/4 എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഇയാളൊന്ന് മാറ്റി എഴുതാം. എങ്ങനെയാണ് മാറ്റി എഴുതുക? 10 + 1/4ഉം അതേപോലെ 6 + 1/4 ആയിട്ടും ഈ പറഞ്ഞ ടീമിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ടാവുക മക്കളെ? വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 10 × 6 ആദ്യത്തെ ആൾ പ്ലസ് 10 × 1/4 അടുത്ത ആൾ, പിന്നെ അത് കഴിഞ്ഞാൽ 1/4 × 6 അടുത്ത ആൾ പ്ലസ് 1/4 × 1/4 ആണ് അടുത്ത ആൾ വരും. നമുക്ക് ഓരോ ആളായിട്ട് സോൾവ് ചെയ്യാം. 10 × 6നെ 16 എഴുതി പ്ലസ്. എടാ ഇവിടെ നേരത്തെ പോലെ ശരിക്കും ക്യാൻസൽ ചെയ്ത് പോകാൻ ആരുമില്ല. അപ്പോൾ ക്യാൻസൽ ചെയ്യാമെങ്കിലും ഇയാൾ ചെറുതാവുക എന്നുള്ളത് പ്രത്യേകിച്ച് ലാഭമൊന്നും നോക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 10 × 1നെ 10 എന്ന് എഴുതി /4 കൊടുക്കുന്നു കേട്ടോ. പ്ലസ് അടുത്ത ആൾ നോക്കിയടാ. അതേപോലെ തന്നെ 6 × 1നെ 6 എന്ന് എഴുതിയിട്ട് അയാളെ 6/4 എന്ന് മാറ്റുന്നുണ്ട്.
പ്ലസ് ഇവിടെ അടുത്ത ആളെ നോക്കി വെച്ചോ 1 × 1 4 × 4 1 × 1 1 ആണ് 4 × 4 16 ആണെന്ന് എനിക്കറിയാം. നോക്കിയാൽ മക്കളെ ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇവരുടെ രണ്ടാളുകളുടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ നമുക്ക് അവരെ ആഡ് ചെയ്യാം. 16 അങ്ങനെ തന്നെ എഴുതുന്നു. ആ 10ഉം 6 കൂടി എഴുതി കിട്ടുന്ന ആളെ 16/4 എന്ന് എഴുതുന്നത് പ്ലസ് 1/16 അവിടെ ഇരിക്കട്ടെ. ഈ 16/4 എന്ന് പറയുന്ന ഇയാളെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മാറ്റി എഴുതാം. 16/4 = 4. അങ്ങനെയാണെങ്കിൽ 60 + 4 + 1/16 എന്നാണ് വരിക. അപ്പോൾ 64 1/16 ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് ഫൈനൽ സെറ്റ്. അപ്പോൾ നമ്മൾ ആ ചോദ്യം മൊത്തത്തിൽ എന്ത് ചെയ്യാം മക്കളെ, കംപ്ലീറ്റ് ചെയ്യണം. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 1400. രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 1400. അപ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് 1400 കിട്ടി. ആൻഡ് ദർ സം ഇസ് 81. തുക 81. കൂട്ടിയ സമയത്ത് 81 കിട്ടിയിട്ടുണ്ട്. വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ഇവരുടെ അടുത്തുള്ള നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്ന മക്കളെ എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ചോദ്യം. പൊതുവെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന അങ്ങനെ ഒരു റിസൾട്ടൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആരാണെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, ഇതിൻ്റെ അടുത്ത നമ്പറുകൾ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ ഇവിടെ രണ്ട് നമ്പറുകളെ കുറിച്ചും ധാരണ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എഴുതുന്നു ലെറ്റ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ. ഈ രണ്ട് നമ്പറുകളും ആരാണ് എന്ന് കൃത്യമായി ധാരണയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആള് 1400 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ഇസ് ഈക്വൽ ടു 1400 എന്ന് പറയുന്നൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ സമ്മ് തുക എന്ന് പറയുന്ന ആൾ 81 ആണെന്ന് പറഞ്ഞിട്ട് മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള 81 എന്ന് പറയുന്ന നമ്പർ കിട്ടേണ്ടതെന്നറിയാം. ഇനി ഇതിന് ശേഷമുള്ള നമ്പറുകൾ ഓക്കെ അയാളൊന്ന് നോട്ട് ചെയ്യാം. തൊട്ടടുത്ത എണ്ണൽ സംഖ്യകൾ സമം നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. അങ്ങനെയാട്ടോ എഴുതുന്നത്. തൊട്ടടുത്ത എണ്ണൽ സംഖ്യകൾ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. ഇവരുടെ തൊട്ടടുത്ത സംഖ്യകൾ എന്ന് പറയുമ്പോൾ എക്സ് കഴിഞ്ഞ് അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആയിരിക്കും. അതേപോലെ വൈ കഴിഞ്ഞ് അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ അയാൾ വൈ പ്ലസ് 1 ആയിരിക്കും, വൈ പ്ലസ് 1 ആയിരിക്കും. ഇവരുടെ പ്രോഡക്റ്റ് ആരാന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുണ്ടാവുന്ന ആൾ എക്സ് പ്ലസ് 1 × വൈ പ്ലസ് 1 ആ മക്കളെ നമുക്ക് ചെയ്യാനുണ്ടാവുക. വിച്ച് ഇസ് ഈക്വൽ നമുക്ക് ചെയ്ത് ശീലമുണ്ട്. നോക്കി നോക്കാം. എക്സ് ഇൻറ്റു വൈ നമ്മൾ എന്ത് എഴുതുന്നു, എക്സ് വൈ എന്ന് എഴുതുന്നു. പ്ലസ് അടുത്ത ആൾ ചെയ്യാനുള്ളത് എക്സ് ഇൻറ്റു 1 ആരാ 1x. ലിറ്ററലി ഞാൻ എക്സ് എന്ന് എഴുതുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അടുത്ത ആളെ നോക്കി നോക്കിയേ 1 × വൈ. അയാൾ ആരായിരിക്കും ഉണ്ടാവുക, വൈ ആയിരിക്കും ഉണ്ടാവുക. പ്ലസ് അത് കഴിഞ്ഞിട്ട് 1 × 1 ചെയ്താൽ കിട്ടേണ്ടത് 1 എന്ന് പറയുന്ന ഉത്തരവ്. ഇതിൽ ഓരോ ആളുകളെയും നമുക്ക് അറിയുന്ന ആളുകളെ നോട്ട് ചെയ്ത് വെക്കാം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 1400 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് എക്സ് മാത്രമായിട്ട് നമ്മുടെ കയ്യിലില്ല, വൈ മാത്രമായി നമ്മുടെ കയ്യിലില്ല, പ്രശ്നമില്ല. പക്ഷേ എക്സ് പ്ലസ് വൈ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതാ കാണുന്നത് എക്സ് പ്ലസ് വൈ 81 ആണ്. അയാൾ ഞാൻ നോട്ട് ചെയ്തു. ഇനി അവിടെ ആഡ് ചെയ്യാൻ ബാക്കിയുള്ള ആൾ എന്ന് പറയുന്നത് ഒരു 1 മാത്രമാണ്. അയാളെയും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ കാണുന്ന എല്ലാ ആളുകളെയും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ 1482 1482 ആണ് അവിടെ ആരായിട്ട് വരേണ്ടാവുക, ആൻസർ ആയിട്ട് വരേണ്ടാവുക. ഓക്കെ, ഇനി ഈ പേജിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഏതാണ്ട് സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. ഇത്തവണ ഓഡ് നമ്പറുകളെ ഒറ്റ സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. അതും പ്രോഡക്റ്റും അയാളുടെ എന്തും തന്നിട്ടുണ്ട്, സമ്മും തുകയും തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ എഴുതിയതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ലെറ്റ് ഓഡ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു പ്രാവശ്യം അങ്ങനെ എടുത്തെഴുതാനുള്ള കാര്യം ഒറ്റ സംഖ്യകൾ സമം എക്സ് ആൻഡ് വൈ എന്ന് എഴുതുന്നുണ്ട്. ലെറ്റ് ഓഡ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ. ഒറ്റ സംഖ്യകൾ സമം എക്സ് കോമ വൈ ആണെങ്കിൽ മക്കളെ അവർ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് അല്ലേ. പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടടാ, 621 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ഇസ് ഈക്വൽ ടു 621. ഗുണനഫലം സമം 621. അതുകൊണ്ട് നമ്മൾ എക്സ് വൈ സമം 621 എഴുതുന്നു. ഇനി സമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മക്കളെ. സം എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, 50 പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, നോക്കി നോക്കാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 15 ആയിരിക്കും ഉണ്ടാവുക. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞ വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ്, ഇവരുടെ അടുത്ത ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഞാൻ ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. തൊട്ടടുത്ത ഒറ്റ സംഖ്യകൾ. എക്സ് കഴിഞ്ഞ് അടുത്ത ഓഡ് നമ്പർ ആരായിരിക്കും? നമുക്കറിയാം 3 എന്ന് പറയുന്ന ഓഡ് നമ്പറിന് ശേഷം ഒറ്റ സംഖ്യയ്ക്ക് ശേഷം പിന്നെ നമ്മൾ കാണുന്ന ആൾ 5 ആണ്. 3നോട് 2 കൂട്ടിയല്ല. അപ്പോൾ എക്സ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അടുത്ത ആളെ കിട്ടാൻ വേണ്ടിയിട്ട് 2 കൂട്ടണം. വൈ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ അടുത്ത ഓഡ് നമ്പർ കിട്ടാൻ വൈനോട് 2 കൂട്ടണം. ഇവരെ ചെയ്താൽ എന്താ കിട്ടുമെന്ന് ചോദിച്ചു. ഇവരുടെ പ്രോഡക്റ്റ് നോക്കി നോക്കാം. എക്സ് പ്ലസ് 2 × വൈ പ്ലസ് 2 നമുക്ക് ചെയ്യാനുണ്ടാവുക. വിച്ച് ഇസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ എക്സ് ഇൻറ്റു വൈ. ആരാ മക്കളെ, എക്സ് വൈ ആണ്.
അത് കഴിഞ്ഞിട്ട് എക്സ് ഇൻറ്റു 2 ആരാണ് 2x ആണ്, 2x കൊടുക്കുന്നുണ്ട് പ്ലസ് അടുത്ത ആൾ നോക്കി നോക്കി 2 ഇൻറ്റു വൈ ആരായിരിക്കും വരുന്നുണ്ടാവുക 2y ആയിരിക്കും വരുന്നുണ്ടാവുക പ്ലസ് അടുത്ത ആൾ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ആരാണ് ഉണ്ടാവുക 4 ആണ് ഉണ്ടാവുക. അപ്പോൾ XY എന്ന് പറയുന്ന ആളുകളെ നമുക്കിവിടെ അറിയാം 2x XY എന്ന് പറയുന്ന ആളുടെ റിസൾട്ട് നമ്മളെ കയ്യിലുണ്ട് 621 ആണ് പ്ലസ് കൊടുക്കുന്നുണ്ട്. എടാ 2x നമുക്ക് അറിഞ്ഞൂടാ 2y അറിഞ്ഞൂടാ, പക്ഷെ നേരത്തെ ചെയ്തതുപോലെ 2x പ്ലസ് 2y നമുക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മൾ ലോക്ക് ആവുകയാണ്. വഴി ഉണ്ടാക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടിലും കോമൺ ആയിട്ട് മക്കൾ 2 കാണുന്നത് കൊണ്ട് ഞാൻ ആ 2 എന്ന് പറയുന്ന ആളെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്ത് എക്സ് പ്ലസ് വൈ എന്ന് എഴുതുന്നുണ്ട് +4. ഇനി മുന്നോട്ടേക്ക് പോകാലോ. 621 അവിടെ ഇരിക്കട്ടെ. 2 ഇൻറ്റു ഈ കാണുന്ന എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആളുടെ ആൻസർ നമ്മളെ കയ്യിലുണ്ടല്ലോ 50 അല്ലേ, 50 + 4 എന്ന് കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 621 + 2 × 50 ചെയ്ത് കിട്ടുന്ന 100 + 4 ചെയ്യാനുണ്ടാവുക. എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ 725 എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ആരെന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം മക്കളെ.